എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഫേസ് മസാജ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് എണ്ണ എടുക്കുക, കൈ നന്നായി റബ്ബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. നമ്മുടെ കഴുത്തിലെ റിങ്കിൾസും ഫേസിലെ റിങ്കിൾസും ഒക്കെ മാറാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ മസാജസ്. അപ്പോൾ ആദ്യം കഴുത്തിന് ഇങ്ങനെ ചെയ്യണതുകൊണ്ട് നമ്മുടെ കഴുത്തിൽ വരുന്ന ചുളിവുകളൊക്കെ മാറിക്കിട്ടും കേട്ടോ. എല്ലാം 30 സെക്കൻഡ്സ് ചെയ്യാം. ഇനി അടുത്തത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇതങ്ങനെ വെക്കുക, വിരല് 30 സെക്കൻഡ്സ് കേട്ടോ. അതേപോലെ ഈ സൈഡും, രണ്ട് സൈഡും അതിനുശേഷം വീണ്ടും കൈ ഇങ്ങനെ വെക്കുക, വിരലിങ്ങനെ വെക്കുക, നോസിൽ അതായിട്ട് ശ്വാസം ഇൻഹേലും എക്സ്ഹേലും ചെയ്യാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫിംഗേഴ്സ് ഇതിങ്ങനെ വെക്കുക, മുകളിലേക്ക് നന്നായിട്ട് കണ്ണിൻ്റെ ഈ പോയിന്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടുത്തെ സ്കിന്നൊക്കെ ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. 30 സെക്കൻഡ്സ് ആണ്. ഇനി അടുത്തത് ഈ കോർണർ ഉണ്ടല്ലോ, ലിപ് കോർണറിൻ്റെ ഒന്ന് ഇനി ഈ സൈഡ് ഇനി ലിപ്പിൻ്റെ ദൈ ഇവിടെ കേട്ടോ. നമ്മുടെ ലോവർ ചീക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഈ സൈഡ് ഇനി ഈ ഏരിയ കേട്ടോ, നമ്മുടെ ഈ ഏരിയയ്ക്ക് വേണ്ടിയിട്ടാണ് സെയിം മസാജിൻ്റെ ഇവിടെ ഈ സൈഡ് അടുത്തത്
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെമ്പിൾ ഏരിയയിൽ കേട്ടോ ഇതെങ്ങനെ വെക്കുക. എല്ലാം 30 സെക്കൻഡ്സേ. ഇവിടുത്തെ ചുളിവുകൾ ഇനി ഓപ്പോസിറ്റ് സൈഡ് റെഗുലറായിട്ട് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട്. നിങ്ങൾ ഒരാഴ്ച റെഗുലറായിട്ട് ചെയ്ത് നോക്കും, അപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തത് ഈ വിരൽ ഉപയോഗിച്ചിട്ട് ഇതാ കണ്ണടയ്ക്കുക, ഈ കോർണറിൽ ഒരു മസാജ് കൊടുക്കാം. നഖം ഉണ്ട് വെച്ചാൽ നമുക്ക് ഈ ഒരു മസാജ് ഒഴിവാക്കാം കേട്ടോ. അടുത്തത് രണ്ട് വിരൽ ഇങ്ങനെ വെക്കുക, ഐബ്രോസ് കേട്ടോ. അതൊക്കെ സോഫ്റ്റായിട്ട് ഓക്കെ. അതേപോലെ ഓപ്പോസിറ്റ് സൈഡും. ഇനി ഇങ്ങനെ പിടിക്കുക, ഈ സെൻറ്ററിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ തല ഫേസാണ് ആക്കേണ്ടത്, മൂവ് ചെയ്യേണ്ടത് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ്. അടുത്തത് ഇവിടെ ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഇത് നമ്മുടെ ഐ ബാഗ്സിനുള്ള മസാജാണ് കേട്ടോ. ഓപ്പോസിറ്റും വലിച്ചു പിടിക്കുക. അടുത്തത് ഇതാ ഈ ഏരിയയിൽ ഇതാ കണ്ണിന് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡും. ഇനി അടുത്തത് നമ്മൾ ഈ സെൻറ്റർ പുരികത്തിൻ്റെ ഇടയിലുള്ള റിങ്കിൾസ് മാറ്റാം കേട്ടോ. അടുത്തത് കൈ ഇങ്ങനെ വയ്ക്കുക. നെറ്റിയിലുള്ള മസാജാണ്, നെറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
ഇനി കൈ ഇതങ്ങനെ വെക്കുക. ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കൈ ഇതാ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇതാ ഞാൻ വെക്കുക. എൻ്റെ പഞ്ഞി പോയി. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ കേട്ടോ. വീണ്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുകയാണ്, തടി കുറയ്ക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ മെലിയാറില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഫേസ് മസാജസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ആ ഒരു ഗ്ലോ, നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നമ്മൾക്ക് എന്താണെങ്കിലും റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഫേസിൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലല്ലോ ഇയാളുടെ മുഖത്ത് എന്നുള്ളതായിരുന്നു. എൻ്റെ പഴയ റീൽസ്, ഞാൻ പല വീഡിയോസിലും നമ്മൾ ഈ ഫേഷ്യൽ മസാജസിൻ്റെ വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്, എൻ്റെ പഴയ റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഈ ഒരു ഫേഷ്യൽ മസാജസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, ടാറ്റാ.